ഇ.ടി. മുഹമ്മദ് ബഷീർ MP അവർക്ക് ശാബ്ദങ്ങൾ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ദേശീയ ഭരണകൂടം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംവരണ നിയമം, വഖഫ് നിയമം, ആരാധനാലയ നിയമം, വ്യക്തി നിയമം, പൗരത്വ നിയമം എന്നിവയെ സംബന്ധിച്ചും അവരെ നാമവിശേഷമാക്കുന്ന കമ്മ്യൂണൽ വയലൻസ്, എക്കണോമിക് ബോയ്ക്കോട്ട് എന്നിവയെ സംബന്ധിച്ചും വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ കടന്നുകയറ്റത്തെക്കുറിച്ചും ഇന്ത്യ രാജ്യം ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഇന്ത്യ മുന്നണിയുടെ സാന്നിധ്യത്തെക്കുറിച്ചും വിശദമായി സംസാരിച്ച ബഹുമാന്യനായ ദേശീയ മുസ്ലിം ലീഗിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ MP അവർക്ക് ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ അവതരണവും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചഭക്ഷണത്തിന് പിരിയുന്നത്. രണ്ടാമത്തെ അവതരണത്തിന് ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശാബ്ദങ്ങൾ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് അംഗം K. മുഹമ്മദ് ഇസ്മായിൽ സാറെ ക്ഷണിക്കുന്നു. ഈ സെഷൻ്റെ അധ്യക്ഷൻ AM അബൂബക്കർ, ഈ സെഷനിൽ വിഷയം അവതരിപ്പിക്കുന്ന മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസ്, K. സൈനുദ്ദീൻ മാസ്റ്റർ, അബ്ദുള്ള ബാബൂർ ഉൾപ്പെടെയുള്ള ശാബ്ദങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം ഭാരവാഹികളെ, പ്രിയപ്പെട്ട സെമിനാർ അംഗങ്ങളെ, ഇവിടെ മീഡിയ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി എന്ന വിഷയത്തെ അധികരിച്ചുള്ള പ്രബന്ധമാണ് ഇനി അവതരിപ്പിക്കാനുള്ളത്. മാതൃഭൂമിയുടെ പത്രാധിപർ മനോജ് കെ ദാസ് അവറുകളാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർണമായ മലയാള മാധ്യമ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പത്രാധിപരാണ് അദ്ദേഹം. കോട്ടയം ജില്ലയിലെ കങ്ങയ ആണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. 1994 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് അദ്ദേഹം ആദ്യമായി പത്രപ്രവർത്തന രംഗത്ത് ജോയിൻ ചെയ്യുന്നത്. പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസ്, ഡെക്കാൻ ക്രോണിക്കിൾ, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രമുഖ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഡെക്കാൻ ക്രോണിക്കിളിലും ടൈംസ് ഓഫ് ഇന്ത്യയിലുമൊക്കെ കേരളത്തിലെ ഫൗണ്ടിംഗ് റെസിഡൻറ്റ് എഡിറ്ററായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2019-21 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ 48ാമത്തെ വയസ്സിൽ അദ്ദേഹം മാതൃഭൂമിയിൽ പത്രാധിപരായി അദ്ദേഹത്തിൻ്റെ ആദ്യ മൂഴം ആരംഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഏഷ്യാനെറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് എഡിറ്ററായി ജോലി ഏൽക്കുകയും ഏഷ്യാനെറ്റിനെ ഒരു നമ്പർ 1 ചാനലായി മാറ്റാൻ ഉള്ള പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. 2023 അദ്ദേഹം വീണ്ടും മാതൃഭൂമിയിലെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാം മൂഴം 2023 പ്രാദേശിക താല്പര്യങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ അടക്കി വാഴുന്ന മലയാള മാധ്യമ രംഗത്ത് വാർത്തകളിൽ അങ്ങനെ വലിയ തോതിൽ കൈകടത്താത്ത ഒരു പത്രാധിപരാണ് എന്നുള്ളൊരു വിശേഷണത്തോടു കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുഖപ്രസംഗത്തിലൂടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2009 ഓഗസ്റ്റ് 3 ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അദ്ദേഹം എഴുതിയ ഒരു മുഖപ്രസംഗം, ലാസ്റ്റ് പ്രോഫറ്റ് ഓഫ് സെക്കുലർ പൊളിറ്റിക്സ്, നേരത്തെ അബ്ദുള്ള ബാബൂർ സൂചിപ്പിച്ച ആ മുഖപ്രസംഗത്തിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത്. മുനവറലി ശാബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖപ്രസംഗത്തെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആ സമയത്ത് ഇട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ് വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ കാവലാളുകൾ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന AM അബൂബക്കറിനെ ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനം. ഇന്നത്തെ വിശിഷ്ടാതിഥി മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസ്, ബഹുമാനപ്പെട്ട ഇസ്മായിൽ മാസ്റ്റർ, A. K. സൈനുദ്ദീൻ,
അബ്ദുള്ള ബാബുൽ സേഗുരുക്കൾ. ഒരു അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടിയല്ല നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നെനിക്കറിയാം. ജനാധിപത്യത്തിൻ്റെ 3 തൂണുകളെക്കുറിച്ച് നാം സ്ഥിരമായി സംസാരിക്കാറുണ്ട്. അത് ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയുമാണ്. ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും നല്ല ഭരണ സംവിധാനം ജനാധിപത്യമാണ്. ഈ ജനാധിപത്യത്തിൻ്റെ 3 ഘടകങ്ങൾ നാം പറഞ്ഞതാണ്. ആ 3 ഘടകങ്ങളും അവരുടെ ഒരു മേൽക്കോയ്മയിൽ നിന്ന് പലപ്പോഴും താഴോട്ടിറങ്ങില്ല എന്നതാണ് വസ്തുത. അപ്പോൾ അവരവരുടെ ഡ്യൂട്ടി യഥാസമയം നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നവരാണ് ഫോർത്ത് എസ്റ്റേറ്റ് അഥവാ പ്രസ്. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് വാച്ച് ഡോഗ്. കാവൽക്കാരും കാവൽ നായയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാവൽക്കാരൻ സ്വന്തം മുന്നിൽ വരുന്ന അപകടങ്ങളെ ഒന്നുമില്ലെങ്കിൽ സുന്ദരമായിട്ട് അവന് ഉറങ്ങാൻ പറ്റും. പക്ഷെ കാവൽ നായ എന്ന് പറയുന്നത് വരാൻ പോകുന്ന എല്ലാ അപകടങ്ങളും മണത്തറിയാൻ കഴിയുള്ളവരാണ്. അങ്ങനെ മണത്തറിയുമ്പോൾ അവൻ കുരക്കും. ഈ കുര പക്ഷേ പലരെയും അസ്വസ്ഥപ്പെടുത്തും. അതാണ് പ്രശ്നം. ഇപ്പോൾ ഇവന് ജാരനെക്കുറിച്ചും ചാരനെക്കുറിച്ചും ചോരനെക്കുറിച്ചൊക്കെ ഉള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ആ അപകടങ്ങൾ, ചാരനായാലും ചോരനായാലും ജാരനായാലും 3 അപകടങ്ങളും മുൻകൂട്ടി കണ്ട് കുരക്കുന്നവരാണ്, അല്ലെങ്കിൽ അത് വേണ്ട ജോലി ചെയ്യുന്നവരാണ് പ്രസ്. അപ്പോൾ ഈ അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ വളരെ സ്വാഭാവികമായും ഉറക്കം നഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ഉണ്ടാവും. വളരെ ഭൂരിഭാഗം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അത് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ആണ്. അപകടകരമെന്ന് പറയട്ടെ, ദുഃഖകരമെന്ന് പറയട്ടെ, ജുഡീഷ്യറിക്കും അങ്ങനെ ഒരു ഭയമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ വാച്ച് ഡോഗ് അതിൻ്റെ ഡ്യൂട്ടി ശരിയായി നിർവഹിച്ചാൽ ജനാധിപത്യം വളരെ കറക്റ്റായി മുന്നോട്ട് പോകും. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് തിരിച്ചാണ്. അപ്പോൾ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. വാച്ച് ഡോഗ് അതിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിൽ നമുക്ക് വലിയ സംശയമുണ്ട്. അപ്പോൾ അവരെ വിലക്കെടുക്കുന്നതിന് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി അവർ കാര്യങ്ങൾ ചെയ്യും. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കാവൽക്കാരന് പ്രൊമോഷൻ ഉണ്ട്, പക്ഷേ കാവൽ നായക്കൊരിക്കലും പ്രൊമോഷൻ ഇല്ല. അവൻ പ്രൊമോഷൻ ഇല്ലാതെ അവൻ്റെ ജോലി ഭംഗിയായി എന്നും നിർവഹിക്കും. അത് നിർവഹിക്കുന്നതിനെക്കുറിച്ച് ഇന്ന് ലഭ്യമായ ഏറ്റവും നല്ലൊരാളെയാണ് നമുക്ക് ഈ വിഷയം അവതരിപ്പിക്കാൻ ലഭിച്ചിരിക്കുന്നത്. ബഹുമാനായ മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസിനെ വളരെ ആദരപൂർവ്വം ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. വേദിയിലും സദസ്സിലുമുള്ള ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ സമയം അതിലേക്കായിട്ട് നീക്കി വെക്കുന്നില്ല. അധ്യക്ഷൻ വെറുമൊരു ആമുഖ പ്രസംഗമല്ല നടത്തിയത്. അദ്ദേഹം ഈ വിഷയ അവതരണം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി അദ്ദേഹം കുറച്ച് എളുപ്പമാക്കി തന്നു. വാക്കുകളുടെ ഉള്ളിലുറങ്ങുന്ന ആത്മാവുണ്ട്. ആ ആത്മാവ് ഓരോ വാക്കിലും സന്നിവേശിപ്പിച്ച് നമ്മൾ എഴുതുന്ന ഒന്നും പാഴാവില്ല എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് 2009 എഴുതിയ മുഖപ്രസംഗം, ഇന്നെനിക്കിപ്പോൾ 53 വയസ്സാണെങ്കിൽ അന്നത്തെ എൻ്റെ പ്രായം നമുക്ക് ഊഹിക്കാം. ഏറെ ദുഃഖത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണം കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തി. വ്യക്തിപരമായി വളരെ അകന്നു നിന്നുള്ള പരിചയം എനിക്കുള്ളെങ്കിൽ പോലും ഒത്തിരിയേറെ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഏത് ഒരു വെല്ലുവിളിയെയും ഒരു മന്ദസ്മിതം കൊണ്ട് കീഴ്പ്പെടുത്താം എന്ന് ലോകത്തെ പഠിപ്പിച്ച ആ മഹത് വ്യക്തിത്വം ആരാധിച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ദുഃഖത്തോടെ ആ മുഖപ്രസംഗം, അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററായിരുന്നു, എഴുതിയത്. ഇന്നും എത്രയോ കാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ് അന്ന് തോന്നിയതെന്നും എഴുതിയതെന്നും ഓർക്കുമ്പോൾ ദൈവം ശരിയായ പാതയിലൂടെ നടത്തിയതിന് ദൈവത്തിനോടും കൂടി നന്ദി രേഖപ്പെടുത്തണം. കാരണം അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു, അല്ലെങ്കിൽ അന്ന് കേരളത്തിൽ മാധ്യമപ്രവർത്തനം നടത്തിയവർ, ഇന്ത്യയിൽ മാധ്യമപ്രവർത്തനം നടത്തിയവർ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പത്രങ്ങളിലാണ് ഞാൻ കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്, അന്ന് ഞങ്ങൾ കുറേ പേർ മനസ്സിലാക്കിയിരുന്ന ഒരു സത്യമായിരുന്നു അത്. കാരണം ഇന്ത്യൻ ഡെമോക്രസിക്ക് നേരിടുന്ന
ഇന്ത്യൻ സെക്യുലറിസത്തിന് നേരിടുന്ന ചില ഭയാശങ്കകൾ. അധ്യക്ഷൻ പറഞ്ഞ മാതിരി ഞങ്ങൾ പലരും ഉറക്കെ കുരച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ആ കുര അധികം ആളുകൾ ശ്രദ്ധിച്ചില്ല. പലരും കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കാൻ ശ്രമിച്ചു. പലരും പരിഹാസത്തോടെ പുതുമയെ എതിർക്കുന്ന പഴയ മാധ്യമപ്രവർത്തകരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള മടി എന്ന് ആക്ഷേപിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഞങ്ങളുടെ കർത്തവ്യം എന്നത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൽ തുടങ്ങിയ ഒരു വ്യക്തി എന്ന രീതിയിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മൂല്യങ്ങൾ, എമർജൻസിയെ പോലെ ഉള്ള കാര്യങ്ങളിൽ ഇന്ത്യൻ എക്സ്പ്രസ് എടുത്ത നിലപാടുകൾ, ഗോയങ്കയെ പോലെ ശക്തനായ ഒരു ഫൗണ്ടറുടെ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ചെറുമകൻ നയിക്കുമ്പോഴും വാർത്തയിൽ ഒരിക്കലും ഇടപെടാതെ എന്തിനേയും നേരിടാനുള്ള ആവേശം തരുന്ന ഒരു നഴ്സറി സ്കൂൾ പോലെ അതിൽ നിന്ന് പഠിച്ചു വന്ന ഒരു വ്യക്തിക്ക് ഈ കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാനാവുമായിരുന്നില്ല. ഇന്ന് ഇന്ത്യൻ മാധ്യമരംഗം നേരിടുന്ന ഏറ്റവും വലിയ 2-3 വെല്ലുവിളികളുണ്ട്. ഒന്ന്, ഒരു ഭരണാധികാരി ഒരു ദൈവീക ബിംബമായി ആരാധിക്കുകയും ആ ഭരണ മാറ്റങ്ങളെ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് രീതിയിലൂടെ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ പോലും തുറന്ന് വിമർശിക്കുമ്പോൾ പത്രം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട്. സമീപകാലത്തൊരു ഉദാഹരണം പറയാം. ബഷീർ സാഹിബ് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞു. പാർലമെൻറ്റിൽ ശ്രീ രാഹുൽ ഗാന്ധിയെ വളരെയധികം വിമർശിച്ചിട്ടുള്ള പത്രമാണ് മാതൃഭൂമി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കാരിക്കേച്ചർ ഞങ്ങൾ വരച്ചു. അതിന് വളരെയധികം വിമർശനം നേരിടുകയും പത്രം കത്തിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അന്ന് ആ കാരിക്കേച്ചറിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് സന്ദേശം കൊടുത്തു എന്ന് ആർക്കും മനസ്സിലായില്ല. ആടുജീവിതത്തിലെ കഥാപാത്രമായ നജീബിനെയാണ് അന്ന് ചെയ്തത്. അപ്പം ഏത് വെല്ലുവിളിയെ നേരിട്ട് നജീബ് തിരിച്ചു വരുന്നു എന്നാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച സന്ദേശം. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഒരു മഹാപ്രഹരത്തിൽ ഞങ്ങൾ എന്ത് സന്ദേശം നൽകാൻ ആഗ്രഹിച്ചുവോ അതിനെ വളച്ചൊടിക്കപ്പെട്ടു. തിരിച്ച് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വന്ന ആദ്യം നടത്തിയ പ്രസംഗം, അന്ന് ഇന്ത്യൻ ഭരണഘടനയെ സ്നേഹിക്കുന്നവർക്കും ഇന്ത്യൻ പാർലമെൻറ്റിനെ ബഹുമാനിക്കുന്നവർക്കും ആ പ്രസംഗം കാണാതിരിക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളോട് വ്യക്തിപരമായി എനിക്ക് എതിർപ്പുണ്ടായിരുന്നു. കാരണം പാർലമെൻറ്റിൽ സാറിന് ഞാൻ ജീൻസ് ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ ഈ വേദിയിൽ വരുമ്പോൾ ഞാൻ ജീൻസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതാണ് ഇന്ന് ഞാൻ മുണ്ടെടുത്ത് വരുന്നത് വലിയ കാര്യമായിട്ടല്ല. പക്ഷേ നമ്മൾ എവിടെ എത്തുന്നോ അവിടെ നമ്മൾ കാണിക്കേണ്ട ഒരു ഡെക്കോറമുണ്ട്. അപ്പം അന്ന് അദ്ദേഹം ഒരു ജീൻസും ടീഷർട്ടും ഇട്ട് പ്രസംഗിച്ചു. അതിനെനിക്ക് വ്യക്തിപരമായി അതിനോട് ഒരു വിയോജിപ്പുണ്ട്. എങ്കിൽ കൂടി അദ്ദേഹം നടത്തിയ ശക്തമായ ഒരു പ്രസംഗമുണ്ട്. വളരെ ദിവസത്തെ ഹോംവർക്കിന് ശേഷം നടത്തിയ പ്രസംഗം. അന്ന് മാതൃഭൂമി കൊടുത്ത തലക്കെട്ട്, ഞാൻ കൊടുത്ത തലക്കെട്ടാണ്, അതാണ് ഉത്തരവാദിത്തോടെ പറയുന്നത്, നന്ദി രാഹുൽ എന്ന് കൊടുത്തു. അതിൻ്റെ താഴെ 3 പോയിന്റുകളായിട്ട് എന്തിന് മാതൃഭൂമി രാഹുലിന് നന്ദി പറയുന്നു എന്ന് കൊടുത്തു. അതൊരിക്കലും ഒരു വ്യക്തിക്കുള്ള നന്ദിയായിരുന്നില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷം പാർലമെൻറ്റിലൊരു പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ശക്തമായി മുഴങ്ങി. അതിനു മുമ്പുള്ള പല ചർച്ചകളും നിങ്ങൾക്ക് നോക്കിയറിയാം. കേരളത്തിൽ നിന്നുള്ള എം പിമാരും നമ്മുടെ ബഹുമാനര ലീഗിൻ്റെ എം പിമാരുമാണ് ഏറ്റവും കൂടുതൽ അവിടെ പല കാര്യങ്ങളും എതിർത്ത് സംസാരിച്ചിട്ടുള്ളത്. ഇത് ഒട്ടും ഈ വേദിയിൽ നിന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല. പക്ഷേ പാർലമെൻറ്റ് റെക്കോർഡുകളിലെ പ്രസംഗങ്ങൾ നോക്കിയാൽ അറിയാം, മറ്റ് പലപ്പോഴും നിശബ്ദമായിരുന്നു പ്രതിപക്ഷം. എവിടെയൊക്കെ പ്രതിപക്ഷം ഉച്ച വെക്കാനുണ്ടോ ശബ്ദം വെച്ച് എതിർക്കേണ്ടിരുന്നു, അവിടെയൊന്നും ആ ശബ്ദം മുഴങ്ങിയിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിന് ശേഷം ഇത്തരമൊരു പ്രസംഗം നടത്തിയപ്പോൾ മാതൃഭൂമി ആ വ്യക്തിക്കല്ല നന്ദി പറഞ്ഞത്. പ്രതിപക്ഷം എന്ന സ്ഥാനം, പ്രതിപക്ഷത്തിൻ്റെ അർഹിക്കുന്ന ബഹുമാനം നേടിയെടുത്ത ഒരു തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന സമ്മേളനം. പക്ഷേ അന്ന് ഞങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വലിയ അറ്റാക്കുണ്ട്. ഞങ്ങളതിനെ നേരിട്ടു. പറഞ്ഞ് മനസ്സിലാക്കി ധാരാളം പേര് മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാതൃഭൂമിയെപ്പോലെ വളരെ നിഷ്പക്ഷമായി നിലകൊള്ളുകയും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുമില്ലാതെ, നിങ്ങൾക്കറിയാം ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ വ്യക്തമായ രാഷ്ട്രീയമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിനും വ്യക്തമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ പ്രതിപാദിച്ച പോലെ 48-ാം വയസ്സിൽ ഞാൻ മാതൃഭൂമിയുടെ പത്രാധിപരായി വരുമ്പോൾ വീരേന്ദ്രകുമാർ സാറുണ്ട്. അദ്ദേഹം ഒരു ദിവസം പോലും ഒരു വാർത്ത മാറ്റാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. 1 വർഷത്തോളം അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചു. പിന്നെ അദ്ദേഹം ചരിത്രമാവുകയായിരുന്നു.
അതേ പാത പിന്തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ മകനും പ്രവർത്തിക്കുന്നത്. അതേപോലെ ഏറ്റവും ബഹുമാനായ ശ്രീ പി വി ചന്ദ്രൻ, മാനേജിംഗ് എഡിറ്റർ, അദ്ദേഹത്തിൻ്റെ മകൻ പി വി നിതീഷ്, ഇവരാരും വാർത്തകളിൽ ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് മാതൃഭൂമി ഒരു പത്രാധിപരുടെ പത്രമായി നിൽക്കുന്നത്. ഒരു പത്രാധിപരുടെ പത്രം എന്ന് പറയുമ്പോൾ എൻ്റെ മാത്രമല്ല, അജിത്ത് അടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകരുടെ കൂടി പത്രമാണത്. ആ സ്വാതന്ത്ര്യത്തെയാണ് ഞങ്ങൾ താഴേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതൃഭൂമിയെ പോലെ പത്രങ്ങൾ ചില കാര്യങ്ങളിൽ സ്റ്റാൻഡ് എടുക്കുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ 3 ദിവസം കേരളത്തിൽ നടന്ന പല ചർച്ചകളിലും മാതൃഭൂമിയുടെ നിലപാട് നിങ്ങൾക്കറിയാം, ഇന്ന് കൊടുത്ത തലക്കെട്ട് നിങ്ങൾക്കറിയാം. എല്ലാം രാജിയായി. കാരണം ഇന്നലെ വരെ നമ്മൾ പ്രതീക്ഷിച്ചത് ശ്രീ അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പ്രതിഫലനം ഉണ്ടാവുമെന്നാണെങ്കിൽ അതില്ലാതെ വന്നപ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങളെപ്പോലെ ആ നിരാശ അല്ലെങ്കിൽ ഒരു ആക്ഷൻ, ഒരു വിസിബിൾ ആക്ഷൻ ഇല്ല എന്നുള്ളത് മാതൃഭൂമി പ്രതിഫലിക്കും. അതാണ് ഒരു പത്രത്തിൻ്റെ ധർമ്മം. ഈ കടമ നിർവഹിക്കുന്ന പത്രങ്ങളെ ഇന്ന് നേരിടുന്ന ഒരു വെല്ലുവിളി, ഞങ്ങൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ ഇത്തരം പത്രങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഇൻ്റർപ്രിട്ടേഷൻ, അത് ഒരു എവിടെ നിന്നോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ഉറവിടുന്ന ഒരു സന്ദേശം, അതിനെ കൂടുതൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാതെ അതേ വിശ്വാസത്തിൽ അതിനെ എടുത്ത് കാട്ടുതീ പോലെ പടർന്ന് പന്തലിച്ച് പോകുന്ന ഒരു പ്രവണത. മുൻപ് ഒരു പത്രത്തിലൊരു വാർത്ത വന്നാൽ ആ വാർത്തയെ അതേ മുഖവിലേക്ക് എടുക്കുമായിരുന്നു. ഒരു വാർത്ത കണ്ട് രാജിവെച്ച മന്ത്രിമാരുള്ള രാജ്യമാണിത്. പിന്നീട് അവരവരുടെ നിഷ്കളങ്കത അല്ലെങ്കിൽ മാധ്യമങ്ങൾ തെറ്റാണെങ്കിൽ മാധ്യമങ്ങൾ ഞങ്ങൾക്ക് തെറ്റുപറ്റി നേറ്റി പറയുന്ന സംസ്കാരമുള്ള മാധ്യമ ചരിത്രമായിരുന്നു ഇന്ത്യയുടേത്. കാരണം ഈ രാജ്യം സ്വതന്ത്രമാക്കിയതിൽ സ്വതന്ത്ര സമര സേനാനികൾക്കൊപ്പം ഈ രാജ്യത്തെ പത്രപ്രവർത്തകരും ഉണ്ടായിരുന്നു. അവർ നമ്മുടെ മുൻഗാമികളെ അവർ നടന്നിരുന്നു. മഹാത്മാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ പത്രാധിപന്മാർ കൂടിയായിരുന്നു. ആ സ്പിരിറ്റാണ് ഇന്നും നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്ര രീതിയിൽ വളരെ സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന മാതൃഭൂമിയെ പോലെയുള്ള പത്രങ്ങൾ നേരിടുന്ന യാതൊരുവിധ മാർക്കറ്റ് ഫോഴ്സിനോ കമ്മ്യൂണൽ ഫോഴ്സുകൾക്കോ വഴങ്ങാതെ നേരിടുന്ന ഇത്തരം സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ, അവിടെയാണ് എനിക്ക് മാതൃഭൂമി പത്രാധിപർ എന്ന രീതിയിൽ കൂടുതൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണ്ട. കാരണം തെറ്റ് വരണ്ടെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അവിടെ പത്രങ്ങളെ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു തലമുറ വളർന്നു വരേണ്ടത് ഇന്ത്യയുടെയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യൻ സെക്യുലറിത്തിൻ്റെയും കൂടെ ആവശ്യമാണ്. അതൊരു പത്രത്തിൻ്റെ പ്രചരണത്തിനല്ല, മാതൃഭൂമി എന്ന് മാത്രമല്ല, ഏത് പത്രമായാലും, ശ്രീ ചന്ദ്രികയായാലും ശരി, മാധ്യമമായാലും ശരി, മലയാള മനോരമയായാലും ശരി, ദീപികയായാലും ശരി, ഏത് പത്രമായാലും പത്രങ്ങൾ വായിച്ച് അതിൽ വരുന്ന ചർച്ചകളും മുഖപ്രസംഗങ്ങളും വായിച്ച് അത് ഉൾക്കൊണ്ട് ആ ചർച്ചകളിലേക്ക് വളരെ ചെറിയ പ്രായം തൊട്ട് ആ ചർച്ചകളിലേക്ക് പോകുന്ന ഒരു പുതുതലമുറ നമ്മുടെ സ്കൂളുകൾ വഴി നമ്മൾ വാർത്തെടുക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അവിടെ ആണ് ഒരു പക്ഷേ റിസർച്ച് സെൻറ്ററിൻ്റെ ഒരു കാൽവയ്പ് ആ മേഖലയിലേക്ക് വേണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് പറഞ്ഞു, എവിടെ നിന്നൊക്കെ ഇരുട്ടത്തിരുന്ന് കല്ലെറിഞ്ഞ് പോകുന്ന പോലെയുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ, ഇത് വ്യക്തമായ രാഷ്ട്രീയം പിന്തുടരുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ നേരിടുന്നില്ല. വ്യക്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ ജിഹ്വയായി പ്രവർത്തിക്കുന്ന പത്രങ്ങൾ നേരിടുന്നില്ല. പക്ഷേ നിഷ്പക്ഷമായി നിൽക്കുന്ന പത്രങ്ങൾക്കാണ് ഇതുണ്ടാവുന്നത്. ഇതിൻ്റെ ഡാമേജ് എവിടെയാണ്? ഇതിൻ്റെ ഡാമേജ് നമ്മളൊരു നല്ല വാർത്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ബഷീർ സാഹിബ് പ്രതിപാദിച്ച പല വിഷയങ്ങളും മാതൃഭൂമി ശക്തമായി അവതരിപ്പിക്കുകയും ശക്തമായ മുഖപ്രസംഗങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം തന്നെ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കേൾക്കും, നിങ്ങൾക്കിത് മാത്രമേ എഴുതാനുള്ളൂ. മോബ് ലിഞ്ചിങ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നും മാതൃഭൂമിയുടെ 1-ാം പേജിലുണ്ട്. ഹരിയാനയിൽ നടന്ന ബീഫ് കൈവശം വെച്ച് വന്ന് ആരോപിച്ച് വെടിവെച്ച് കൊന്നൊരു കുഞ്ഞിൻ്റെ വാർത്ത ഇന്നത്തെ മാതൃഭൂമിയുടെ 1-ാം പേജിലുണ്ട്. ഞങ്ങളത് കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം ആരെയും വെല്ലുവിളിക്കുന്നതല്ല, ഈ രാജ്യത്തെക്കുറിച്ച് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് തുറന്ന ചർച്ചകളെക്കുറിച്ച് ആ ചർച്ചകൾ വരേണ്ടതാണ് ഈ രാജ്യത്തിൻ്റെ ആവശ്യം, നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യം. ഇവിടെ ഒരു മതം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നല്ല. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്, ഭരണാധികാരി ദൈവതുല്യനായി ആരാധിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിനെതിരെ പറയുന്ന ഓരോ വാക്കും അണികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ഇതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ പലയിടത്തും കാണാം. ഇതേ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതെന്ന് നമ്മൾ വളരെ നാടൻ മലയാളത്തിൽ പറയുന്ന പോലെ ഞാൻ വളരെ ലളിതമായി സംസാരിക്കുന്ന വെച്ചാൽ വളരെ ഗഹനമായ ഒരു വിഷയം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു സമയമായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് റൈറ്റ് മോഡൽ എന്ന് തെറ്റിദ്ധരിച്ച് ഈ രീതിയിലേക്ക് മാറുവാൻ അതിനെ എതിർക്കുകയല്ല, എന്നാൽ ഇതാണ് റോൾ മോഡൽ, ഈ രീതിയിൽ അണികളെ
ആവേശത്തിൽ ആറാടിക്കുന്നതാണ് പുതിയ രാഷ്ട്രീയ പ്രവർത്തനം തെറ്റിദ്ധരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ശ്രേണി ഇന്ത്യയിൽ ഇന്ന് പല ഭാഗത്തുമുണ്ട്. കൃത്യമായിട്ട് ഒരു എക്സിബിഷന് പോയാൽ ചിലർ പക്ഷേ യുദ്ധക്കോപ്പുകളുടെ എക്സിബിഷൻ ആയിരിക്കും, അവിടെ തോക്കെടുത്ത് പോസ് ചെയ്യുക. ഇത് ഒരിക്കൽ പോലും ഒരു ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടില്ല. അവർക്കറിയാം പവർ പോസ്റ്ററിങ് എങ്ങനെയാണെന്ന്. അപ്പം മാധ്യമങ്ങളെ ലക്ഷ്യം വെച്ച് തങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ മാറ്റുന്നതിനൊപ്പം തന്നെ ആ ആരാധന അല്ലെങ്കിൽ അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്ന് തന്നെ പറയട്ടെ, ആ വാക്കിനെ ഉപയോഗിക്കട്ടെ, വിമർശിച്ചാൽ പിറ്റേ ദിവസം മാധ്യമങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു, നമ്മൾ ലീഗിന് വേണ്ടി എഴുതുന്നു അല്ലെങ്കിൽ ജമാഅത്തേക്ക് വേണ്ടി എഴുതുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ഞങ്ങൾ നേരിടുന്നത്. മാതൃഭൂമി നേരിടുന്ന വേറൊരു വലിയ ആക്ഷേപമാണ് ജമാഅത്തെ ഇസ്ലാമി മാതൃഭൂമിയുടെ ഷെയർ വാങ്ങി. ഞാൻ ഒരു മിനിറ്റ് അതിലേക്ക് പോവുകയാണ്. കേരളത്തിലെ ബുദ്ധിയുള്ള ഒരാളെങ്കിലും അത് വിശ്വസിക്കുമോ? ബുദ്ധിയുള്ള ഒരാൾക്കെങ്കിലും അറിയുമോ? മാതൃഭൂമിയുടെ ഡിക്ലെയർഡ് ഷെയർ ഹോൾഡേഴ്സ് ഉള്ളൊരു സ്ഥാപനത്തിൽ ഈ രീതിയിലാണ് മാർക്കറ്റിൽ ഞങ്ങളെക്കുറിച്ചിട്ട് ഇറങ്ങുന്നത്. ഇത് മാതൃഭൂമിയുടെ മാത്രം ഒരു പ്രശ്നം പറയാനല്ല ഞാനിവിടെ വന്നത്, എങ്കിലും പറയുമ്പോൾ ഞങ്ങൾ നേരിടുന്ന ചന്ദ്രൻ്റെ കാര്യങ്ങൾ കൂടി പറഞ്ഞെന്നുള്ളൂ. രണ്ടാമത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്നത്തെ ഡിജിറ്റൽ മീഡിയ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. കാരണം യാതൊരുവിധ ക്രെഡിബിലിറ്റിയും ഇല്ലാതെ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് വാർത്ത പടച്ചു വിടുകയാണ്. ഇന്ത്യൻ മാധ്യമരംഗം നേരിട്ട വലിയൊരു വെല്ലുവിളിയായിരുന്നു ചാനൽ യുദ്ധം. ചാനൽ യുദ്ധത്തിൽ ദേശീയ ചാനലുകൾ, NDTV ഒഴിച്ചുള്ള ദേശീയ ചാനലുകളെല്ലാം ഗോഡി മീഡിയ എന്ന വിളിപ്പേരിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. കാരണം അത്ര പ്രകടമായി തന്നെ അവർ NDA സർക്കാർ വന്ന ശേഷം നരേന്ദ്രമോദിയെയും സർക്കാരിൻ്റെ കാരണങ്ങളെയും പറയുമ്പോൾ നമുക്ക് സർക്കാർ ചെയ്ത നല്ല പ്രവർത്തികളെ പറ്റി പറയാം, പക്ഷെ അതിന് പറയുമ്പോൾ ഒരു ആരാധനയുടെ ചുവയോടെ, ആരാധനയുടെ സ്വരത്തോടെ പറഞ്ഞു വന്നതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ വന്നത്. അന്ന് നിലനിന്നിരുന്ന NDTV ആണ്. ഇന്നിപ്പോൾ NDTVയും പുതിയൊരു ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ചാനലുകൾ മത്സരിച്ച് ഒരു വശത്തേക്ക് മാറുമ്പോൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഞങ്ങൾ ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അവകാശങ്ങളാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത് ഏറ്റവും അധികം ഇന്നത്തെ ഇന്ത്യയിൽ. ഇത് പരസ്യം ഡിനേ ചെയ്യുന്നത് മുതൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി പുറത്തു വരുമ്പോൾ, അങ്ങനെ രണ്ടാണി സാഹിബിനൊക്കെ അറിയാം, പരസ്യം കൊടുക്കുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആണ് ഇന്ത്യയിൽ. ടെൻഡറിങ്ങിന് മുമ്പായിട്ട് മുട്ടുസൂചി മേടിക്കാനാണെങ്കിൽ പോലും ഇന്ത്യയിൽ പരസ്യം കൊടുക്കും. ഈ പരസ്യം പോലും പലപ്പോഴും ഡിനേ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. കാര്യം നമ്മളെ ബുദ്ധിമുട്ടിച്ച്, അത് മാതൃഭൂമി മാത്രമല്ല പല പത്രങ്ങളും ബുദ്ധിമുട്ടിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത്. കാരണം ഒരു പത്രം ഇറങ്ങുന്ന ഒരു ചിലവ് എന്ന് പറയുന്നത് ഏതാണ്ട് 35 രൂപയാണ്. പക്ഷേ ഇന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചായയ്ക്ക് കൊടുക്കുന്ന പൈസയിലും കുറഞ്ഞ വിലയ്ക്കാണ് കിട്ടുന്നത്. അപ്പം പരസ്യ വരുമാനമാണ് ഏതൊരു പത്രത്തിൻ്റെയും മുഖ്യ ആശ്രയം. അപ്പം ആ രീതി മുതൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത് വരെ മാധ്യമങ്ങളെ എങ്ങനെ ബലഹീനമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ത്യ കാണുന്ന ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം ഞാൻ ഇടയ്ക്ക് പ്രതിപാദിച്ചു പോയെങ്കിലും, യുവതികൾ അവരിലെ പത്രവായന ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ്. ഇത് സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പോലും നേരിടുന്നൊരു വെല്ലുവിളിയായിട്ട് മാറാൻ അധികം കാലം ആവശ്യമില്ല. കാരണം വൺ ട്രാക്ക് തിങ്കിങ്ങിലേക്കാണ് പലരും വീണു പോകുന്നത്. ഈജിപ്ഷ്യൻ സ്പ്രിംഗ് എന്ന് നമ്മൾ കണ്ട ആ ഒരു മൂവ്മെൻറ്റിന് ശേഷം ലോകമാകെ നിറഞ്ഞ ഒരു വാക്കാണ് ഇക്കോ ചേംബർ എന്നുള്ളത്. അതായത് നമ്മളുടെ ശബ്ദം മാറ്റൊലി കേൾക്കുന്ന ചില ഇക്കോ ചേംബറുകളിലേക്ക് സമൂഹത്തിലെ ചില വിഭാഗങ്ങളെ ഒതുക്കുകയാണ്. അപ്പോൾ അവർ പുറത്തു നിന്നുള്ള മറ്റ് ശബ്ദങ്ങൾ കേൾക്കുന്നില്ല, മറ്റ് ശബ്ദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂ കാണുന്നില്ല, മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂ കേൾക്കുന്നില്ല. അങ്ങനെ ഇത്തരം ഇക്കോ ചേംബറിൽ ഇന്ത്യൻ യുവത്വത്തെ പൂട്ടിക്കെട്ടുകയും അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പരസ്പരം അഭിനന്ദിക്കുകയും പരസ്പരം ആരാധിക്കുകയും ഇതാണ് ശരിയെന്ന് വീണ്ടും വീണ്ടും മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ വോട്ടിംഗ് ശതമാനം കുറയുന്നതിനെ പറ്റി നമ്മുടെ കൺസേൺ നമ്മൾ പറയാറുണ്ട്. വോട്ടിംഗ് ശതമാനം കുറയുന്നതിലും ഈ ഒരു രീതിക്ക് വലിയൊരു പ്രാമുഖ്യമുണ്ട്. കാരണം ആരെ തിരഞ്ഞെടുത്ത് എന്ത് പ്രയോജനം? ഈ ചോദ്യമാണ് ഇന്ന് യുവാക്കൾ നേരിടുന്ന ചോദ്യമാണ്.
എന്തിനു വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പിന് പോകണം? രാവിലെ തൊട്ട് പോയി എന്തിന് ക്യൂ നിൽക്കണം? ആരായാലും നമുക്കെന്ത് ഗുണം? ഈ ചിന്ത ഉണ്ടാക്കുന്ന എവിടെ നിന്നാണ്? ഒരു മുഖ്യധാരാ പത്രം പോലും ഈ ചിന്ത യുവാക്കളിലേക്ക് കൊടുക്കുന്നില്ല. നമ്മളൊക്കെ ഇംഗ്ലീഷിൽ ചെയ്യുമ്പോൾ പോലും നമ്മൾ 18+ എന്നിട്ടിട്ട് എന്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ യുവാക്കളിൽ പോലും വാർത്ത കണ്ടിട്ടോ വാർത്ത വായിച്ചിട്ടോ കാര്യമില്ല എന്ന രീതിയിൽ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരികയാണ്. ചുരുക്കി പറഞ്ഞാൽ ആ വാർത്തകൾ, അവരുടെ നല്ല വാർത്തകൾ മാത്രം അറിയിക്കുന്ന ചില ഇക്കോ ചേംബേഴ്സിൽ ഉണ്ടാക്കി ആ ആശയങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ദ്വീപുകളായി ഇന്ത്യൻ സമൂഹത്തെ മാറ്റുന്ന രാഷ്ട്രീയ പ്രവണത എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അവിടെയാണ് റിസർച്ച് സെൻറ്റർ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ മൂല്യം വരുന്നത്. മറ്റൊരു പോയിന്റ്, സോഷ്യൽ മീഡിയ ജയൻസ്, ഗൂഗിൾ, ഫേസ്ബുക്ക് പോലെയുള്ളവർ, അവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന പണം, നമ്മൾ ഓരോരുത്തരും അവരിലൂടെ വാർത്തയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പോക്കറ്റ് ചോർത്തിക്കൊണ്ട് പോകുന്നത് ഒരു വർഷം 27,500 കോടി രൂപയാണ്. ഇത്രയും വലിയൊരു തുകയാണ് ഗൂഗിൾ, ഫേസ്ബുക്കിൻ്റേതായ തന്നെ ഇൻസ്റ്റാഗ്രാം പോലുള്ള ഓരോ സോഷ്യൽ മീഡിയ ചാനലുകൾ വഴി നമ്മളിൽ നിന്ന് ചോർന്ന് അവരുടെ പോക്കറ്റിലേക്ക് പോകുന്നത്. ഇന്ന് ലോകത്ത് ഓസ്ട്രേലിയ മാത്രമാണ് ഇതിനെതിരെ ഒരു നിയമം ഉണ്ടാക്കുകയും ഈ രീതിയിൽ ഒരു രാജ്യത്ത് നിന്ന് കൊണ്ടുപോകുന്ന തുകയുടെ 1% ആ രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്ക്, അതായത് ചന്ദ്രികയുടെ ഒരു വാർത്ത ഉപയോഗിച്ചിരിക്കുന്നു, ആ വാർത്തയാണ് ഗൂഗിളിന് 1000 രൂപ ഉണ്ടാക്കിയെങ്കിൽ ആ 1000 രൂപയിൽ 100 രൂപയെങ്കിലും ചന്ദ്രിക കൊടുക്കണം, മാതൃഭൂമിക്ക് 75 രൂപയെങ്കിലും കൊടുക്കും എന്ന രീതിയിൽ ഒരു നിയമം ഉണ്ടാക്കി. ഇന്ത്യ അത്ര ഒരു നിയമത്തിലേക്കുള്ള കാൽവയ്പ് തുടങ്ങി. പക്ഷേ വന്നത് എന്താണ്? ആ നിയമം പോലും ഉള്ള മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലായി. അപ്പോൾ നമ്മൾ ശക്തമായി അതിനെ എതിർത്തു. നാഷണൽ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ പലതിലും മാതൃഭൂമി മെമ്പറാണ്. വളരെ ശക്തമായി ഞങ്ങൾ അതിനെ എതിർക്കുകയും ഇപ്പോൾ ആ നിയമം വീണ്ടും മാറ്റിവെക്കപ്പെടുകയും ചെയ്തു. ഞങ്ങൾ നമ്മുടെ മാനേജ്മെൻറ്റിലെ പ്രതിനിധികൾ പല ബോർഡിലുണ്ട്, ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി പോലെ. അവിടെ ഈ NBDA ബിൽ, പുതിയ ബ്രോഡ്കാസ്റ്റ് ബില്ല് വന്നപ്പോൾ ഏറ്റവും ശക്തമായി ഇന്ത്യയിൽ തന്നെ അതിനെ എതിർത്ത മാതൃഭൂമിയാണ്. കാരണം ആ ഒരു തുന്നിക്കെട്ടിൽ വായു തുന്നിക്കെട്ടിൽ കൂടി വന്നാൽ പിന്നെ ബാക്കി ഒരു ശബ്ദവും പുറത്തു വരില്ല. അപ്പോൾ ഇത്രയും വലിയ തുക അവർ അപഹരിച്ചു കൊണ്ടുപോകുന്നത്, പഴയ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ കൊണ്ടുപോയ പോലെ അവർ അപഹരിച്ച് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ഓരോ പത്രത്തിനും അവകാശപ്പെട്ടതാണ്. അപ്പോൾ പത്രവായന വളർത്താതെ അതുവഴി പത്രത്തിൻ്റെ സർക്കുലേഷൻ കൂടുതൽ മാത്രമല്ല നമ്മുടെ ചിന്തയെ പുനർജീവിപ്പിക്കാതെ, ആ വാക്ക് മനഃപൂർവ്വം ഞാൻ ഉപയോഗിക്കണം, പുനർജീവിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇക്കോ ചേംബറുകളിൽ കേൾക്കുന്ന ശബ്ദം മാത്രം ഉപയോഗിച്ച് വോട്ടിംഗ് ചെയ്ത് ചില പ്രതിനിധികളെ മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന കാലഘട്ടത്തിലേക്ക്, ഏറ്റവും കൂടുതൽ ശബ്ദവും ഘോഷവും ഉണ്ടാക്കുന്ന ആളുകൾക്ക് ശ്രദ്ധ കൂടുതൽ കിട്ടുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ഡെമോക്രസി മാറിപ്പോവും. അതിനെ എതിർക്കുന്നതും അധ്യക്ഷൻ പറഞ്ഞതുമാതിരി ഞങ്ങൾ കുരച്ചുകൊണ്ടേയിരിക്കുകയാണ്. പഴയൊരു കഥയുണ്ട്, ചൈനയുടെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് പല രാത്രികളിലും വളരെ തടിച്ചു കൊഴുത്ത ഒരു നായ കടന്നു വരുമായിരുന്നു. വളരെ ഏതോ ഒരു വലിയ പണക്കാരൻ്റെ വീട്ടിലെ നായാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയാം. കഴുത്തിൽ ഗോൾഡിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭാഗത്ത് നായ്ക്കൾ ചോദിക്കും, നീ ഇത്രയും വലിയ പണക്കാരൻ്റെ വീട്ടിലെ നായ എന്തിനാ ഈ ഇന്ത്യയിലേക്ക് വരുന്നത്? നിനക്ക് അവിടെ സുഖമല്ലേ? ഈ വഴിയിൽ വന്നിട്ട് ഈ ഞങ്ങൾക്കൊപ്പം എച്ചിൽ തിന്നുന്നത് എന്തിനാന്ന്? അപ്പോൾ ഈ നായ് പറഞ്ഞു, വല്ലപ്പോഴെങ്കിലും എനിക്കൊന്ന് കുരയ്ക്കണ്ടേ, അവിടെ എനിക്ക് വായ് തുറക്കാൻ പറ്റില്ല. ചൈനയിൽ ഞാൻ വാ തുറന്നാൽ പിറ്റേ ദിവസം എന്നെ വിഷം കുത്തിവെച്ച് കൊല്ലും. അപ്പോൾ നിങ്ങൾക്കിവിടെ കുരയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ എച്ചിൽപ്പട്ടികളാണെങ്കിലും ഞങ്ങൾ ഈ സമൂഹത്തിലെ അദ്ദേഹം പറഞ്ഞ പോലെ ചോരനോ ജാരനോ ആര് വന്നാലും ഞങ്ങൾ കുരച്ച് സമൂഹത്തെ ഉണർത്തുന്ന പ്രവണത തുടർന്നുകൊണ്ടേയിരിക്കും. അത് മാതൃഭൂമിയുടെയും അതേപോലെ മുഖ്യധാര പത്രങ്ങളുടെ സംസ്കാരം ഉൾക്കൊണ്ടിട്ടുള്ള അവസാന മാധ്യമപ്രവർത്തകൻ ജീവിക്കുന്നത് വരെ ഞങ്ങളത് തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കാരണം എന്നോട് അധ്യക്ഷനും പറഞ്ഞു ഒരു പക്ഷേ കുറച്ച് സമയം അധികം ചോദ്യങ്ങൾക്ക് മാറ്റിവെക്കുന്നത് നന്നാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വേദിയിലെത്താൻ ഭഗവാൻ ദൈവം തന്ന അനുഗ്രഹമായി തന്നെ ഇതിനെ കാണുന്നു. കാര്യം എത്രയോ വർഷം മുമ്പ് എഴുതിയ ഒരു മുഖപ്രസംഗം അതിന്നും ഓർമ്മിപ്പിക്കുന്നത് പറയുമ്പോൾ ഒരു പത്രക്കാരൻ എന്ന രീതിയിൽ വളരെ അഭിമാനത്തോടെയാണ് ഞാൻ ഈ വേദിയിലെത്തുന്നത്. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുകയാണ്, പ്രത്യേകിച്ച് റിസർച്ച് സെൻറ്ററിന്. നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം, സംസാരിക്കണമെങ്കിൽ ഇനിയും സംസാരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു വൺ ട്രാക്ക് സംസാരത്തേക്കാൾ നമുക്ക് കുറച്ചൊരു ചർച്ചയിലേക്ക് നീങ്ങുകയും അതിനുശേഷം നമ്മുടെ
ലഞ്ച് ബ്രേക്ക് ആയിരിക്കില്ല അതിനുശേഷം ലഞ്ച് ബ്രേക്കിലേക്ക് പോവുകയാവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി ഞാനിത് പറയുകയാണ്. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ മാതൃഭൂമി പത്രാധിപരുമായുള്ള ഒരു ഇൻട്രാക്ഷനാണ്. നമ്മൾ 10 മിനിറ്റാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചോദിക്കാവുന്നതാണ്. 10 മിനിറ്റിനകം നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യും. സാറിന് ഞങ്ങളുടെ ജോലിയാണ് ചോദ്യം ചോദിച്ച് കുഴപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതിൽ സംഘാടകരെയും അതുപോലെ പ്രിയപ്പെട്ട മാതൃഭൂമിയുടെ പത്രാധിപരെയും അഭിനന്ദിക്കുകയാണ്. താങ്കളെ ശ്രദ്ധേയമാക്കിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിഹാബ് തങ്ങളെക്കുറിച്ചുള്ള ആ പ്രയോഗമാണ്, ലാസ്റ്റ് പ്രൊഫറ്റ്. അങ്ങനെ അങ്ങ് ആദ്യമായിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു. ലാസ്റ്റ് പ്രൊഫറ്റ് എന്ന് തങ്ങളെക്കുറിച്ച് പറയാൻ കാരണം ഇനി അങ്ങനെ ഒരാൾ വരൂല എന്ന് തോന്നിയത് കൊണ്ടാണോ? തീർച്ചയായിട്ടും അത് അന്നേ തോന്നിയത് മാത്രമല്ല, അത് ഒരു സത്യമാണെന്ന് അറിയാവുന്നതാണ്. കാരണം ഇന്ത്യ തന്നെ ഇല്ലാതായേക്കാം. ഇന്ത്യ എന്നത് സത്യത്തിൽ ഇതൊരു രാജ്യമല്ല, ഇതൊരു സംസ്കാരമാണ്, ഇതൊരു സങ്കല്പമാണ്. ഇവിടെ നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നു. ആ ഡൈവേഴ്സായുള്ള ആശയങ്ങളും ഡൈവേഴ്സായുള്ള വിശ്വാസങ്ങളും ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് ഊടുംപാവുമുള്ള ശക്തമായ ഒരു ഫാബ്രിക് മാതിരി ഇന്ത്യ നിലനിൽക്കുന്നതാണ് ഈ രാജ്യത്തിൻ്റെ സൗന്ദര്യവും സംസ്കാരവും. അപ്പോൾ ആ രാജ്യം തന്നെ കത്തിപ്പോയേക്കാവുന്ന ഒരു ഘട്ടത്തിൽ ഒരു പുൽനാമ്പ് പോലും കേടുവരാതെ കാത്തു വെച്ചതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ മാത്രമല്ല, ദേശീയ തലത്തിലുള്ള ഏതൊരു പ്രശ്നത്തിനും ഓടിയെത്തിയിരുന്ന പാണക്കാട്ടേക്കായിരുന്നു. ഇന്നത്തെ അത്രയും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത കാലത്ത് പോലും അദ്ദേഹം ഒരിക്കലും അത് അവകാശപ്പെട്ടിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ അകലെ നിന്ന് ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇംഗ്ലീഷ് പത്രക്കാർ അത്രയ്ക്കും ലോക്കൽ പൊളിറ്റിക്സിലേക്ക് ഇടപെട്ട് വരാറില്ല. പക്ഷെ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒരിക്കലോ മറ്റോ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ആശയങ്ങളും എത്രമാത്രം, പ്രത്യേകിച്ച് എൻ്റെ ഒരു ടീനേജ് കാലഘട്ടത്തിൽ ഇന്നും നമ്മുടെ ഏറ്റവും നല്ല സൗഹൃദങ്ങൾ ആരാണ്? എൻ്റെ മക്കൾക്ക് ഒരു പക്ഷേ അത്തരം സൗഹൃദങ്ങൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇന്ത്യയിലില്ല. ശുദ്ധമായൊന്ന് പ്രണയിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എൻ്റെ മക്കൾക്ക് ഇന്ന് ഇന്ത്യയിലില്ല. കാരണം അവിടെ പോലും ആ പ്രണയത്തിൽ പോലും സംശയത്തിൻ്റെ നിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ഇന്നത്തെ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ, ഞങ്ങൾ എത്ര സ്വതന്ത്രമായി ജീവിച്ച ആ കാലഘട്ടം ഇനി ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് ഒരു പത്രക്കാരനായി തുടങ്ങി പത്രാധിപരെ മാറിയപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു വാക്കില്ല, ഇനി അങ്ങനെ ഒരു വ്യക്തി ഇല്ല ലോകത്ത്, ഇനി അങ്ങനെ ഒരു വ്യക്തി ഇന്ത്യയിൽ വരാൻ പോകുന്നില്ല. അതൊരു പക്ഷേ എല്ലാ ബഹുമാനത്തോടെയും ലീഗിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ആ ഒരു സ്റ്റേച്ചറിലേക്ക് ഒരു ലീഡർ വളർന്നു വരണം. എങ്കിൽ മാത്രമേ, ഒരിക്കൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ആരോട് ചോദിച്ചു എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ലീഗ് ദേശീയ തലത്തിൽ ശക്തി പ്രാപിക്കുന്നില്ല? കാശ്മീരിൻ്റെ ഡിസോൾവിങ് വന്നപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, എന്തുകൊണ്ട് കാശ്മീരിൽ ലീഗ് ഒരു യൂണിറ്റ് തുടങ്ങുന്നില്ല? എനിക്ക് എൻ്റെ സംശയങ്ങളാണ്. അതൊരു വളരെ സൗഹാർദ്ദപരമായ ചർച്ചകളിൽ ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ലീഗ് UP-യിൽ ശക്തിപ്പെടുന്നില്ല? UP-യിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ബഷീർ സാഹിബ് പോകേണ്ടി വന്നില്ലേ? എനിക്കറിഞ്ഞൂടെ, ഒരു പക്ഷേ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, ഒരു പക്ഷേ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അന്ന് തൊട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ട് ലീഗ് ദേശീയ കാഴ്ചപ്പാടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആണിക്കല്ലായി നിൽക്കുന്ന ആശയങ്ങളുള്ള ഒരു പ്രസ്ഥാനം എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, എന്നാൽ തുറന്നു പറയുകയാണെങ്കിൽ മുസ്ലിം ആശയങ്ങളെ കൂട്ടുപിടിച്ച് വളർന്ന പല പാർട്ടികളും രാജ്യത്ത് നടത്തിയൊരു വളർച്ചയുണ്ട്, ശ്രദ്ധ ആകർഷിച്ചുണ്ട്. ആ രീതിയിലേക്ക് ഒരു പക്ഷേ ലീഗിൻ്റെ ഒരു ഔന്നത്യമായിരിക്കാം അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ഇലക്ഷനിലൂടെ ഇന്ത്യ മുഴുവൻ ഞങ്ങൾ പോകേണ്ടതെന്നാണ്. പക്ഷേ എൻ്റെ സംശയങ്ങളാണിതെല്ലാം. അത് ഞാനൊരു വിദ്യാർത്ഥിയുടെ എളിമയോടുകൂടി ഞാനിവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. അപ്പം ആ സംശയങ്ങൾ നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ തങ്ങളുടെ നിര്യാണം ചെറിയൊരു വിഷമമല്ല ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ആ വാക്ക് ഉപയോഗിച്ചത്. അത് ഞാൻ എല്ലാ അർത്ഥത്തിലും ഇന്നും ഞാൻ ആ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ്. നമസ്കാരം, ഞാൻ നജീബ്. താങ്കൾ
തുടക്കത്തിൽ പറഞ്ഞു ഇപ്പോൾ വായനകൾ പത്രവായന കുറയുന്നുണ്ട്, അല്ലെങ്കിൽ പത്രവായന പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ കഴിഞ്ഞ 2 ദേശീയ സെമിനാറുകളിലും ഇവിടെ വിഷ്വൽ മീഡിയ പേഴ്സൺസിനെയാണ് കൊടുക്കുന്നത്, പ്രമോദ് രാമന് അതുപോലെ നിഷാദ് റാവത്തിലൊക്കെ. അപ്പം നിങ്ങളിപ്പോൾ കൊടുക്കുന്നത് തന്നെ ഒരു പ്രിൻ്റർ മീഡിയക്കുള്ള ഇവരുടെ ഒരു പ്രോത്സാഹനമായിട്ട് എടുക്കുക. പിന്നെ രണ്ടാമത് എൻ്റെ ചോദ്യം, സമയം കുറവാണെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഞങ്ങൾ നിഷ്പക്ഷരാണ്, വാർത്തകൾ ഇടപെടുന്നില്ല, അത്തരങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പ്രാദേശികമാണെങ്കിലും ചില ലേഖനങ്ങളിലെങ്കിലും ചില രീതിയിലുള്ള ഉള്ളിലൂടെയുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ മാതൃഭൂമിയിൽ വന്നിട്ടില്ലേ, വരുന്നില്ലേ? അതിനുള്ള എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി അത്തരം വാർത്തകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. താങ്ക് യു. മാതൃഭൂമി എന്ന് പറയുന്നത് 64 എഡിഷനുകളുണ്ട്. ഞങ്ങൾക്ക് പ്രാദേശികമായി നോക്കുകയാണെങ്കിൽ ജില്ലാ പേജുകളടക്കം മാറുന്ന 64 എഡിഷനുകളുള്ള ഒരു വലിയ വടവൃക്ഷമാണ് മാതൃഭൂമി. 1000-ഓളം പത്രപ്രവർത്തകരുണ്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ ഒട്ടും തെറ്റല്ല, പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ വരും. പക്ഷേ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം, ആ വിഷയം ഉണ്ടായിക്കഴിഞ്ഞ് എൻ്റെ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ ഒരു 3 ഘട്ടം 4 ഘട്ടം കഴിഞ്ഞാണ് വരുന്നത്. അതിപ്പോഴത്തേക്ക് 2-3 ദിവസമോ അതിന് ഇമ്മീഡിയറ്റ് കറക്റ്റീവ് ആക്ഷൻ എടുക്കാറുണ്ട്. അത്തരത്തിൽ നമ്മൾ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്ത ചില വ്യക്തികളിൽ നിന്നില്ല എന്ന് തന്നെ പറയാം. ഞാൻ ഓരോ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ശ്രദ്ധയിൽ വരുമ്പോൾ, കാരണം പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ ഊന്നി മാത്രം പോകുന്ന ഒരു 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 വ്യാപാരമാണ്. വ്യാപാരം എന്ന് മനഃപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കാരണം ഇവിടെ നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം അത് അതേപോലെ റിഫ്ലക്റ്റ് ചെയ്തില്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ പ്രോഡക്റ്റ്, ഈ പത്രം വാങ്ങില്ല. കാരണം ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ വാർത്തയുടെ വിശ്വാസമല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, ആദ്യ ദിവസം തന്നെ മാതൃഭൂമി മുഖപ്രസംഗം എഴുതി പോലീസിൽ ശുദ്ധികലശത്തിന് ആവശ്യമുണ്ട് എന്നുള്ളത്. അത് 2 ദിവസം അടുപ്പിച്ച് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക, 3 ദിവസം എന്ന് പറയുന്ന മാതിരി നമ്മൾ ഒരു സ്വരമായി നിൽക്കുമ്പോൾ ആ സ്വരത്തിൽ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങളത് അത്രയേറെ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ചെറിയ തെറ്റുകൾ വരും, ഇനിയും വന്നേക്കാം. മനുഷ്യരാണല്ലോ എല്ലാവരും. സമൂഹത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളുള്ള അതേ മനുഷ്യരാണ്. ഞങ്ങളത് തിരുത്തി തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഒരു തെറ്റ് പോലും വെച്ച് പൊറുപ്പിക്കുന്ന സംസ്കാരം മാതൃഭൂമിക്കില്ല. സർ, എൻ്റെ പേര് സാജിദ്. സർ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ മുസ്ലിം സാമൂഹിക പരിസരത്ത് മാതൃഭൂമി പത്രത്തെ കുറച്ച് കാലമായിട്ട് കാണുമ്പോൾ പലരുടെ അഭിപ്രായം മാതൃഭൂമി കുറച്ചും കൂടെ എക്സ്ട്രീം റൈറ്റാണ്, ആ ഒരു തലത്തിലുള്ള ഒരു വിചാരം പൊതുവെ ഉണ്ട്. സാറിനോട് ഈ ഒരു പൊതുവെ ഭൂരിപക്ഷം മുസ്ലിം ആളുകളായിട്ടുള്ള ഈ ഒരു സദസ്സിൽ സാറിനോട് അത് പറയണമെന്ന് തോന്നുകയാണ്. അപ്പം അങ്ങനെ ഒരു ചിന്ത പൊതുവെ ഉണ്ട്. ഞാൻ രാവിലെ മാതൃഭൂമി പത്രം സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാൾ, മാതൃഭൂമിയും ചന്ദ്രികയും വായിക്കുന്ന ഒരാളാണ്. എനിക്ക് മാതൃഭൂമിയുടെ മുഖപ്രസംഗങ്ങളാണെങ്കിലും എഡിറ്റോറിയലുകളാണെങ്കിലും മറ്റു എല്ലാ ലേഖനങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ പ്രവാചകൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ പിന്നെ വളരെ അപൂർവമായിട്ട് മോഹൻ ഭഗവത് കേരളത്തിൽ വരുമ്പോൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്തുന്നു, അല്ലെങ്കിൽ RSSൻ്റെ ഒരു ബൈഠക്ക് ഉണ്ട് എന്നുള്ള ഈ ഒരു കാര്യം മാത്രം ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ മാതൃഭൂമി വളരെ സത്യസന്ധമായിട്ടും നീതിപൂർവ്വം പ്രവർത്തിക്കുന്നതായിട്ട് തോന്നി. പക്ഷെ എങ്ങനെ ഒരു തെറ്റിദ്ധാരണ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ടൊന്ന് മാറ്റിയെടുക്കാൻ, പ്രത്യേകിച്ചും കേരളത്തിൽ വർഗീയതയും വെറുപ്പും വല്ലാതെ പ്രചരിപ്പിക്കുന്ന ഒരു സമയത്ത് മാതൃഭൂമി പോലെയുള്ള ഒരു പത്രത്തിന് മുസ്ലിം സമുദായവുമായിട്ട് അല്ലെങ്കിൽ ഒരു പരിസരത്ത് കുറച്ചും കൂടെ ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് കുറേ കൂടെ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ മുസ്ലിം പരിസരത്ത് കുറച്ചും കൂടെ ബന്ധം ദൃഢമാക്കാൻ മാതൃഭൂമി അതിനെക്കുറിച്ച് എന്താണ് ആലോചിക്കുന്നത് എന്നാണ് ചോദിക്കണം. നല്ലൊരു ചോദ്യമാണ്. ഞാൻ തന്നെ എൻ്റെ സംസാരത്തിനിടയിൽ പറഞ്ഞിരുന്നു, ജമായത്തി ഞങ്ങളുടെ ഷെയർ വാങ്ങി ജമായത്തിയുടെ ഉടമസ്ഥയിലുള്ള പത്രമാണെന്നാണ് മാതൃഭൂമിയായിട്ട് പുറമേ ഒരു സംസ്കാരമുള്ളത്. അപ്പോൾ താങ്കൾ ഈ പറയുന്നത് അതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പൊള്ളത്തരം നമുക്ക് വ്യക്തമാണ്. രണ്ടാമത്, ഞാൻ എൻ്റെ ജേർണലിസം മുഴുവൻ കേരളത്തിലാണ് കൂടുതലുള്ളത്. തുടക്കകാലത്ത് ഒരു 3-4 വർഷം ഇന്ത്യക്ക് കേരളത്തിന് പുറത്തു പോയെങ്കിലും ബാക്കി ഇവിടെ മുഴുവനാണിത്. എന്നെ അറിയാത്ത കേരളത്തിൽ സാധാരണ ഒരാളില്ല, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസില്ല. പക്ഷേ ഞാൻ എന്നുള്ള ജേർണലിസ്റ്റ് ഒരിക്കൽ പോലും, ഇപ്പോൾ ഒരു പഴയ ഇദ്ദേഹം മറന്നു കാണും, ഒരിക്കൽ കോട്ടയ്ക്കൽ KR ബേക്കറിയിൽ വെച്ച് ഇദ്ദേഹമായിട്ട് കണ്ടു. അപ്പോൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ എന്നാൽ ചായയുടെ പൈസ ഞാൻ കൊടുക്കട്ടെ എന്ന് വെച്ചാൽ അവന് വേണ്ട, അത് ഞാൻ കൊടുത്തോളാം എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മലബാറിൻ്റെ ആ മര്യാദ അദ്ദേഹം കാണിച്ചു. ഞാൻ അപ്പം എത്രയോ വർഷം മുമ്പാണെന്ന് അറിയോ, അദ്ദേഹം പോലും മറന്നു കാണും. അത് ഞാൻ മറക്കില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്നിട്ട് എന്നെ വിളിക്കുന്ന പേരെന്താ? സംഗി. അറിയോ? നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം.
എൻ്റെ മക്കൾ വളരെ ഇപ്പോഴാണ് മോന് ഇപ്പോൾ 21 വയസ്സേ മോനായിട്ടുള്ളൂ. അപ്പം ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ പത്രാധിപരായി പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു എന്നോട് ചോദിച്ചു, ആ യു എസ് സംഘി എന്ന് ചോദിച്ചു. അവിടെ വേറെ ഏതൊരു കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തു പോലും. അപ്പോൾ തമാശ രൂപത്തിൽ പറഞ്ഞാൽ ഇത് ചിലപ്പോഴൊക്കെ നമുക്ക് വിഷമം ഉണ്ടാക്കും. കാരണം ഒരു വ്യക്തിയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യത കളയാൻ ഏറ്റവും എളുപ്പം ഒരു നുണബോംബ് പൊട്ടിക്കുന്നതാണ്. ഈ നുണബോംബ് പൊട്ടിക്കുന്നത് വഴി ഇല്ലാതാവുന്നത് ശക്തമായ ഒരു തൂണായിരിക്കും. പറയുന്നവർക്കത് ഇരുളിൽ നിന്നൊരു കല്ലെറിഞ്ഞ് ഓടുന്ന തമാശയായിരിക്കാം. പക്ഷെ അത് കൊള്ളുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്ക് അത് പോവും. മാതൃഭൂമി താങ്കൾ പ്രതിപാദിച്ച വിഷയം ഉള്ളപ്പോൾ ഞാൻ പത്രാധിപരായിരുന്നില്ല. അതൊരു സംഭവം കാര്യമുണ്ടായി. അതിനുശേഷം പല ചർച്ചകളിലൂടെയും പല സംസാരങ്ങളിലൂടെയും ഒക്കെ ആ വിഷയത്തെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ മാതൃഭൂമിയുടെ അന്നത്തെ പത്രാധിപന്മാരും മാനേജ്മെൻറ്റും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും മാതൃഭൂമി ഒരിക്കലും അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന പത്രമല്ല. താങ്കളോട് നന്ദി പറയുന്നതായിരുന്നു. താങ്കൾ മുഖപ്രസംഗങ്ങൾ വായിക്കുന്നതാണ്. ഏറ്റവും ശക്തമായ മുഖപ്രസംഗങ്ങൾ കേരളത്തിൽ എഴുതുന്നതാണ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ ഇതേപോലെ വരുന്നു, ഇയാൾ സംഖ്യയാണെന്നാണല്ലോ പുറമെ കേൾക്കുന്നത്. അപ്പം മാനേജിങ് ഡയറക്ടർ തന്നെ ഞാൻ എഴുതിയതും ഞാൻ പറഞ്ഞെഴുതിച്ചതുമായ മുഖപ്രസംഗങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് കൊടുത്തു. ഇദ്ദേഹം എഴുതുന്നതാണ് ഈ ഇത്ര ശക്തമായ ആൻറ്റി BJP മുഖപ്രസംഗങ്ങൾ. ഈ രീതിയിൽ സ്റ്റാൻഡ് എടുത്തതുകൊണ്ടാണ് മാതൃഭൂമിക്ക് എനിക്ക് നരേന്ദ്രമോദി ഒരു പ്രത്യേക അഭിമുഖം തന്നു. അത് 1-ാം നമ്പർ പത്രമായതുകൊണ്ടല്ല, അവർ പേടിക്കുന്ന പത്രമായതുകൊണ്ടാണ്. കേരളത്തിൽ അവർ ഭയക്കുന്നത് മനോരമയല്ല, മാതൃഭൂമിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒരു മുണ്ട് കൊടുത്താണ് പോയത്. പിന്നെയുള്ള ഫോട്ടോയിൽ ഞാൻ എത്ര ലാഘവത്തോടെ എൻ്റെ നെറ്റിയിൽ എപ്പോഴും കണ്ണാടി വെക്കുന്ന പോലെ കണ്ണാടി, അങ്ങനെയാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ നിന്നത്. ഞാൻ അനുഗ്രഹം മേടിക്കാൻ നിന്നിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ, ഇന്ന് ഈ മാതൃഭൂമിയുടെ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പത്രത്തിൻ്റെ പ്രസക്തി ഏറ്റവും അധികമുള്ള ഒരു കാലഘട്ടമാണ്. ഞാനത് മാതൃഭൂമിയുടെ ഒരു മാർക്കറ്റിംഗ് പ്രസംഗമായി മാറുന്നെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ മാറ്റി മാറ്റി മുന്നോട്ട് പോകാനാവുള്ളൂ. അപ്പോൾ മുമ്പ് അത് ഇന്ത്യൻ എക്സ്പ്രസിന് ആ ശക്തി ഉണ്ടായിരുന്നു. കാരണം എന്തിനേയും തുറന്ന് എതിർക്കുന്ന, എന്തിനെപ്പറ്റിയും പറയാനുള്ള ഒരു പത്രം. ആ പത്രത്തിൻ്റെ വിശ്വാസ്യത കളയാൻ വേണ്ടി ഈ രീതിയിലുള്ള പല സംസാരങ്ങളും നടക്കുന്നുണ്ട്. ഈ താങ്കളിപ്പോൾ ആരോപിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഒരു മാസം മുമ്പ് ഞങ്ങളെല്ലാം പത്തനംതിട്ട ഒരു സ്റ്റഡിയാണ്. നമ്മൾ കോട്ടയത്ത് നിന്ന് നമ്മൾ പത്തനംതിട്ട മുഴുവൻ കളർ എഡിഷനാക്കി മാറ്റും, ഒരു സ്റ്റഡി ചെയ്യാൻ പോയി. ഏറ്റവും കൂടുതൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്തത് നിങ്ങൾ ജമാഅത്തി പത്രമാണെന്ന് പറഞ്ഞിട്ടാണ്. എങ്ങനെയാണ് ആ പേര് വന്നു എന്ന് പോലും നമുക്ക് അത്ഭുതമാണ്. അത് ഇങ്ങനെ അങ്ങോട്ട് ഒരു കഥ ഇറക്കണം. അപ്പം ഇത്തരം കഥകൾ വിശ്വസിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൈവേ നിറയെ മാതൃഭൂമി ഓഫീസുകളുണ്ട്. ഏത് ഓഫീസിലും ഏത് സമയത്തും കയറി ചെല്ലാം. എൻ്റെ ഫോൺ നമ്പർ എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാ കോളും എടുക്കണം, ഏത് നിമിഷവും എന്നെ വിളിക്കാം. അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണകൾ മാറി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. കാരണം ഇവിടെ ശക്തപ്പെടേണ്ടത് ഇന്ത്യൻ സമൂഹമാണ്, കേരള സമൂഹമാണ്. ആ സമൂഹത്തിലുള്ള ആശയവിചാരങ്ങളുടെ തുറന്ന ചർച്ചയാണ്. ആ ചർച്ചയ്ക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. താങ്ക് യു. സർ, ഞാൻ ജൽസീമിയ, പ്രസിഡന്റ് വുമൻസ് ലീഗ് ഡിസ്ട്രിക്ട് കമ്മിറ്റി, മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മിറ്റി. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു അല്പഭാഗം സാർ ഇപ്പം നേരത്തെ ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി ചോദിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം മീഡിയ ദ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി എന്നാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. അപ്പോൾ നമ്മൾ ഈ മീഡിയ, അതായത് പത്രമായാലും വിഷ്വൽ മീഡിയ ആയാലും നമ്മുടെ സർക്കാരുകളെ അധികാരത്തിലേറ്റുന്നതിൽ നല്ലൊരു പങ്ക് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ സർക്കാരുകൾ തന്നെ, അതായത് ഭരണത്തിലിരിക്കുന്ന സർക്കാരുകളെ, കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ്റുകളായാലും അവിടെ ഭരണത്തിലേറ്റുന്നതിൽ നല്ല ഒരു പങ്ക് ഇവിടുത്തെ മീഡിയകൾക്കുണ്ട്, ദൃശ്യമാധ്യമങ്ങൾക്കുണ്ട്. അപ്പോൾ പിന്നീട് ഭരണത്തിലേറി കഴിഞ്ഞതിന് ശേഷം ഇതേ മീഡിയകളെ കൺട്രോൾ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ ഈ ഭരണ സംവിധാനങ്ങൾക്ക് നല്ലൊരു പങ്കില്ലേ എന്നാണ് ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ സാറിനെ കുറിച്ച് മനോജ് കെ ദാസ് എന്ന സാറിനെ കുറിച്ച് ഫ്രീ ആൻഡ് ഫിയർലെസ് ജേർണലിസ്റ്റ് എന്നാണ് വിശേഷണമുള്ളത്, ഗൂഗിളിലടക്കമുള്ളത്. അപ്പോൾ സാറിന് ഇതുപോലെ ഒന്ന് സാറ് പറഞ്ഞു നരേന്ദ്രമോദി മുഖപ്രസംഗത്തിനല്ല, അതിനെ അനുമോദിച്ചുകൊണ്ടല്ല എഴുതിയത് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ സാറിനെ കടിഞ്ഞാണിടാൻ ഈ ഭരണ സംവിധാനങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ?
അങ്ങനെ ഒരു പിന്നെ നിയന്ത്രണം സാറിന് വന്നിട്ടുണ്ടോ? മീഡിയകളെ ഏറ്റുന്നതും ഈ ദൃശ്യപത്ര മാധ്യമങ്ങളാണ്. അതേ മീഡിയകളെ കടിഞ്ഞാൺ ഇടുന്നതും അങ്ങനെ ഒരു കടിഞ്ഞാൺ മാതൃഭൂമിക്കുണ്ടായിട്ടുണ്ടോ, ഇന്ത്യൻ എക്സ്പ്രസിന് ഉണ്ടായിട്ടുണ്ടോ? സാർ ഇരുന്ന സംവിധാനത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ആദ്യ ഉത്തരം പറയാം, ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഒന്ന്, ഞാൻ എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രീതിയിലും നേരത്തെ പറഞ്ഞ ഒരു ചായ പോലും വാങ്ങിക്കുടിക്കാതെ മാറി നിൽക്കുന്നതാണ്. അതാണ് ഒരു യഥാർത്ഥ മാധ്യമപ്രവർത്തനം ചെയ്യേണ്ടത്. മറ്റേ ഇദ്ദേഹത്തിൻ്റെ ഭാരതിയാരുടെ കവിത മാതിരി ചേമ്പലയിൽ വെള്ളം വീണല്ലോ തൊട്ടും തൊടായ്മയും നിൽക്കുന്നതാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തന മര്യാദയും ശക്തിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കടിഞ്ഞാൺ കെട്ടാൻ ഞാൻ നിന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. സർക്കാരുകളെ ഏറ്റുന്നതും സർക്കാരുകളെ ഇറക്കുന്നതും മാധ്യമങ്ങൾ മാത്രമല്ല. ഒരുപക്ഷെ കഴിഞ്ഞ കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണം വരുമ്പോൾ അന്ന് കോവിഡിന് ശേഷം അവർ കാഴ്ചവെച്ച കുറേയേറെ സാമൂഹിക കാര്യങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കിറ്റ് വിതരണം പോലുള്ള. അപ്പോൾ അതൊരിക്കലും ഒരു രാഷ്ട്രീയ കാര്യങ്ങളല്ല അന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് മുഖ്യമായി കയറി ചെന്നത്. ഒന്നത്. രണ്ടാമത്, മറ്റ് ബേസിക്കലി ഞാൻ പറയുന്നത് വെച്ചാൽ സോഷ്യലായി ചെയ്ത കുറേ പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ നല്ല പ്രവൃത്തികൾ നമ്മൾ നല്ല പ്രവൃത്തികൾ എന്ന് തന്നെ പറയണം. ആ പ്രവൃത്തികൾ പറയുന്നത് ഒരു മാധ്യമത്തിൻ്റെ ധർമ്മമാണ്, അത് ആര് ചെയ്തെന്ന് പറഞ്ഞാലും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആദ്യം ഭാഗത്ത് ഞാൻ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഒരു തുറന്ന ചർച്ച വന്നാൽ മാത്രമേ അതിലെ ഗ്രാസ് റൂട്ട് ലെവലിൽ വീട്ടമ്മമാർക്കിടയിൽ, കുട്ടികൾക്കിടയിൽ ഒരു കാര്യത്തിൻ്റെ ചർച്ച, ഈ വാർത്ത വന്നു, ഇത് ശരിയോ തെറ്റോ എന്നുള്ളൊരു ചർച്ച വന്നാൽ മാത്രമേ അത് നമ്മുടെ ഡെമോക്രസിയിലെ ഏറ്റവും വലിയ ആയുധമായ ബാലറ്റിൽ പ്രതിഫലിക്കുകയുള്ളൂ. അപ്പോൾ മാധ്യമങ്ങൾ എഴുതുന്നത് കൊണ്ട് മാത്രം സർക്കാരുകൾ വരുന്നില്ല, എഴുതാതിരിക്കുന്നതുകൊണ്ട് മാത്രം സർക്കാരുകൾ വീഴുന്നില്ല. പക്ഷേ എന്നും ഒരു നല്ല മാധ്യമം, നേരത്തെ പറഞ്ഞ ഫോർത്ത് എസ്റ്റേറ്റ്, നാലാം തൂണായി നിൽക്കുമ്പോൾ അതിൻ്റെ ശക്തിയോടെ നിന്നാൽ, ആ ബഹുമാനത്തോടെ നിന്നാൽ നല്ല സർക്കാരുകൾ വരും. ആ സർക്കാരുകൾ മോശം പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുകയും അവർക്ക് ഇത്രയും ശക്തമായി ഇന്ന് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷം വന്നെങ്കിൽ അതിൽ മാധ്യമങ്ങൾക്ക് പങ്കില്ലേ? ഇത്രയധികം നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ മുഴുവൻ ഒരു ഇന്ത്യ മുന്നണിക്ക് അടക്കം എതിര് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവിനെ വളരെ ഒരു നിശ്ചിതമായി വിമർശിക്കുമ്പോൾ അവിടെ നിന്ന് മാറി ഒരു പ്രതിപക്ഷം എന്നൊരു സ്വരം ഇന്ത്യയിൽ വന്നെങ്കിൽ അതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി, ഒന്ന്, ഒരിക്കലും ഞങ്ങൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. വി ആർ എ മിറർ ദാറ്റ് ഈസ് ഹെൽഡ് ടു സൊസൈറ്റി. സമൂഹത്തിൽ കാണുന്ന എല്ലാം ഇതിലും കാണാം. അപ്പോൾ നമ്മൾ ആരും എഴുതിയിട്ടൊരു സർക്കാരിനെ ഭരണത്തിലേറ്റുകയോ ഇല്ല. രണ്ടാമതൊന്നും അങ്ങനെ വന്നാൽ പോലും അതിൻ്റെ ഒരു ഗുണം അനുഭവിക്കാനും ഒരു നല്ല മാധ്യമപ്രവർത്തനമോ പ്രസ്ഥാനമോ ഒരിക്കലും പോവുകയുമില്ല. ഇതാണ് എൻ്റെ ഉത്തരം. സാർ, ഒരു ചോദ്യം ചോദിക്കണേ, ഇതും കൂടി ചോദിക്കാം. ഇത് ഈ ഈവൻറ്റുമായി ബന്ധപ്പെട്ട് എത്ര കണ്ട് റിലവൻ്റ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ കൺസേൺ കൂടി ഇങ്ങനെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാർ പറഞ്ഞ മുഴുവൻ സംസാരം ഞാൻ കേട്ടു. എൻ്റെ ക്വസ്റ്റ്യൻ, ഈ ജനറലി വാർത്ത എന്ന് പറയുമ്പോൾ അതിനൊരു നെഗറ്റീവ് ഫീലിംഗ് അല്ലേ ഉള്ളത്? ഇപ്പോൾ നിലവിൽ പത്രം വായിക്കുന്ന ആളുകൾ കുറവാണല്ലോ, നിങ്ങളുടെ അടുത്ത് അതിൻ്റെ കണക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഉമ്മ രാവിലെ പത്രം വായിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പത്രത്തിലെ നെഗറ്റീവ് ന്യൂസുകളാണ് ഉമ്മ പലപ്പോഴും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ ഷെയർ ചെയ്യാറ്. അപ്പോൾ ഈ പത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു എനർജി ഫീലിംഗ് ഡൗൺ ആവുകയാണെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. വൈ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ കിട്ടുന്ന അധിക ന്യൂസുകൾ, ഭൂരിപക്ഷം ഒരു 90+ ന്യൂസുകളൊക്കെ നെഗറ്റീവാണ്. സോ ഞാൻ ചോദിക്കുന്നത്, ഈ പത്രത്തെ പോസിറ്റീവ് ന്യൂസുകൾ ഇല്ലാത്തതാണോ അതോ നെഗറ്റീവ് ന്യൂസുകൾ വായിക്കാനാണോ ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ്? അതുകൊണ്ടാണോ പിന്നെ ഈ ന്യൂസുകളൊക്കെ ആ ഒരു മോഡിലോട്ട് മാറുന്നതെന്ന് പലപ്പോഴും എൻ്റെ കൺസേൺ ആണ്. അതിന് ഒരു ഉദാഹരണം പറയാം. ഒരു വിഷ്വൽ മീഡിയയിൽ ഒരു ഹാഫ് ആൻ അവർ ഷോ ഉണ്ടായിരുന്നു, നല്ല വാർത്ത എന്ന് പറഞ്ഞത്. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തി. ഈ നല്ല വാർത്ത എന്ന് കൊടുക്കാൻ എന്താ കാര്യം? അപ്പോൾ ബാക്കിയുള്ള വാർത്തകളൊക്കെ നല്ലതല്ല എന്നൊരു മെസ്സേജ് അതിലുണ്ടല്ലോ. സോ ദിസ് ഇസ് മൈ കൺസേൺ. ഓക്കെ, നെഗറ്റീവ് വാർത്ത എന്നൊരു വാർത്ത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം വെച്ച് പറയാം. ഇപ്പോൾ തീരെ മക്കൾ നോക്കാത്ത അസുഖബാധിതരായി കിടക്കുന്ന വാർദ്ധക്യത്തിലുള്ള ദമ്പതിമാർ, അവർക്കൊരു മാർഗവുമില്ല. അപ്പോൾ 80-കാരനായ ഭർത്താവ്
75-കാരെ ഭാര്യയുടെ കഴുത്തറത്ത് കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള എത്ര വാർത്ത കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്? ഇതിനെ നെഗറ്റീവ് വാർത്തയായിട്ടാണോ കാണേണ്ടത്, അതോ ഇന്ന് കേരളം പോലെ പരിഷ്കൃത ലിറ്ററേറ്റ് സമൂഹത്തിൽ കാണുന്ന ഒരു വലിയ നെഗറ്റീവ് അല്ലേ അത്? ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച് ജീവിത അവസാനം ആരും നോക്കാനില്ലാതെ ബെഡ് റിഡനായിരിക്കുന്ന, നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാം എത്ര വാർത്തകൾ ഒരു ദിവസം വരുന്നറിയോ ഈ രീതിയിലുള്ള. അപ്പോൾ ഞങ്ങളിത് കൊടുക്കാതിരുന്നാൽ, നമ്മൾ കൊടുക്കുമ്പോഴെന്താ ഈ രീതിയിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു ഗതികേട് വരില്ലേ എന്ന് ഒരാളെങ്കിലും ചിന്തിച്ചാൽ പത്രപ്രവർത്തനം വിജയിച്ചു എന്ന് പറയാം. അപ്പോൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളതല്ല വിഷയം. വിഷയം സമൂഹത്തിൽ നടക്കുന്നത് മാത്രമല്ലേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളല്ലേ. ഇപ്പോൾ ലവ് ജിഹാദ് എന്ന പേരിൽ നടക്കുന്ന പല പ്രകടനങ്ങളുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുറന്ന് പ്രണയിക്കാനുള്ള അവകാശം പോലും ഈ സമൂഹത്തിൽ പോകണം. നമ്മളത് പറയുമ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ് വാർത്തയാവുന്നത്? അങ്ങനെ ഒരു പ്രസ്ഥാനം ഇല്ലയെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഇത് നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ, നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ താങ്കൾ ഒരു 30 വയസ്സുള്ള ഒരു യുവാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഡെവലപ്മെൻറ്റും ജീവിതത്തിലെ മുന്നോട്ടുള്ള പോക്കും അതിനുതകുന്ന വാർത്തകളും വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം വാർത്തകളുണ്ട്, പ്രചോദനം നൽകുന്ന വാർത്തകളുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇടുക്കിയിൽ നിന്ന് ഒരു 80-കാരിയുടെ വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ കൊടുത്തു. അവർ 100 തരം കിഴങ്ങുകൾ കണ്ടെത്തുകയും, പലതരത്തിലുള്ള കാട്ടുകിഴങ്ങ് മുതൽ പലതരത്തിലുള്ള കിഴങ്ങുകൾ കണ്ടെത്തുകയും ആ കിഴങ്ങിനെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ഈ വാർത്ത മാതൃഭൂമിയിലുണ്ട്. ഇന്നത്തെ മാതൃഭൂമിയുടെ 1-ാം പേജിലെ വാർത്ത എന്താ? ഇരുള സമുദായം പാമ്പിൻ വിഷം കളക്ട് ചെയ്ത് കൊടുക്കുന്നത് വഴി 2.36 കോടി രൂപ സമ്പാദിച്ചു എന്നുള്ളതാണ്. അവരുടെ കുലത്തൊഴിൽ എന്ന് പറയുന്ന പാമ്പ് പിടുത്തമാണ്. പക്ഷെ ഇന്ന് അവർക്ക് പാമ്പ് വിഷം എടുക്കാം, ആ വിഷത്തിനൊരു മാർക്കറ്റുണ്ട്. അവരെ പാമ്പ് വിഷമാണല്ലോ ആൻറ്റിവെനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഫാർമസി ഇൻഡസ്ട്രിയിൽ അതിനൊരു ആവശ്യമുണ്ട്. അങ്ങനെ 2.36 ക്രോറാണ് ആ സമുദായം ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് പോസിറ്റീവ് വാർത്തയല്ലേ? അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാര്യം താങ്കളുടെ ജനറേഷനും വാപ്പാടെ ഉമ്മയുടെയും ജനറേഷനും വ്യത്യസ്തമാണ്. അവർ ജീവിത സായാഹ്നത്തിലിരുന്നൊരു വാർത്ത കാണുമ്പോൾ അവരുടെ ഭയാശങ്കകളാണ്, അത്തരം വാർത്തകളാണ് അവരിലേക്ക് വരിക. ഇപ്പോൾ ഒരു നല്ല സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു പക്ഷേ മകനും മരുമോളും തിരിഞ്ഞു പോകുമ്പോൾ കണ്ണു നിറയുന്നൊരു അമ്മയായിരിക്കും ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നോക്കുന്നത്, നാളെ എനിക്ക് ദിവസം എന്ന് പറയുന്നവരെ ഓരോ പ്രായത്തിലും ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ മതിക്കും. ആ രീതിയിലുള്ള വാർത്തകളിലേക്ക് ശ്രദ്ധ പോകും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നെഗറ്റീവ് വാർത്ത എന്നൊന്ന് തേടി ഒരു മാധ്യമപ്രവർത്തനം പോകുന്നില്ല. ഒരു മാധ്യമപ്രവർത്തനം ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ്. അവിടെ ചെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ഈ മക്കളോടും ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുകയാണ്. മരണം നടന്നൊരു വീട്ടിൽ ചെന്ന് ഡീറ്റെയിൽസ് എടുക്കുന്ന പോലെ. അപ്പം നമ്മളാരും അങ്ങനെ നെഗറ്റീവ് വാർത്ത ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അൺഫോർച്ചുനേറ്റ്ലി അത്തരം വാർത്തകൾക്കും അത്തരം സിനിമകൾക്കും സമൂഹത്തിലൊരു ഇതുണ്ട്. ഇപ്പോൾ തല്ലുമാല എന്ന് പറഞ്ഞൊരു സിനിമ ഈയിടെ വന്നു. തല്ലുമാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് സത്യം പറഞ്ഞാൽ. യുവതയുടെ ഒരു ആഘോഷമാണ് സിനിമ. പക്ഷേ പിന്നെ അതിന് ശേഷം വന്ന എന്താ അല്ല ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ വരുന്നു. ഈ ദൃശ്യം സിനിമ എടുത്തയാൾ ഒരിക്കലും വിചാരിച്ചു കാണോ ഇത് പ്രചോദനമായിട്ട്, ഇത് ചിന്തയായിട്ട്, ഇത്ര ടാക്ട്ഫുള്ളായിട്ട് വളരെ വേണ്ടപ്പെട്ട സ്വന്തം ഒരാളെ കൊല്ലാൻ ഒരാൾ പദ്ധതി ഇടുന്നു. അപ്പോൾ അതിന് മാധ്യമങ്ങളെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം, നേരത്തെ ഞാൻ മാഡത്തിനോട് പറഞ്ഞ മാതിരി വി ആർ ജസ്റ്റ് ഹോൾഡിങ് എ മിറർ ടു സൊസൈറ്റി. ഞങ്ങളത് മാത്രമേ ഞങ്ങളുടെ കർത്തവ്യമുള്ളൂ. എനിക്കൊന്ന് ഇതൊരു അവസാന ചോദ്യമായി കാണാം. ഈ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യത്തിനും കടക്കൽ കത്തിവെച്ച് മുന്നോട്ട് പോകുന്ന ഭരണകൂടത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ, തുറന്ന കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ കശാപ്പ് ചെയ്ത പത്രപ്രവർത്തകരെ കുറിച്ച് താങ്കൾക്കൊന്ന് പരാമർശിക്കാമായിരുന്നു. അങ്ങനെ പറയുമ്പോൾ പത്രധർമ്മം പാലിക്കുന്നവർ അനുഭവിക്കുന്ന പീഡനം തുറന്നു കാട്ടലാവല്ലേ? സറീന ഹസീബ് മാഡം ആയിരിക്കും. ഇത് തുറന്നു പറയുന്നതിനെ തുറന്നു പറയാത്തതിൻ്റെ അല്ല. കാരണം മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ പല ഘട്ടങ്ങളിലുണ്ട്. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ഒരു ഈവൻ്റ് കവർ ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ആക്രമണം നേരിടുകയാണെങ്കിൽ നമ്മളതിനെ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ ആ പ്രതികരിക്കുന്ന രീതി മാധ്യമപ്രവർത്തകരുടെ സംഘടനയുണ്ട്. ഞാൻ എൻ്റെ ഒരു കുടുംബത്തിലേക്ക് തുറന്നു പറയുന്ന രീതി കണ്ടാൽ മതി. ഒരു പത്രാധിപരായല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ വളരെ ജേർണലിസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ താങ്കളെപ്പോലെ ഒരു വ്യക്തിയായി മാത്രം ഞാൻ പറയണം. അപ്പം നമ്മൾ എല്ലാ സംഘടനയുടെ പ്രതികരണം ശക്തമായി നമ്മൾ വരാറുണ്ട്, നമ്മൾ പറയാറുണ്ട്.
രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ കശാപ്പ് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ അത് നമ്മൾ കാണുന്ന ഉത്തരേന്ത്യയിലാണ്. കേരളത്തിൽ അത്രയ്ക്കില്ല, തമിഴ്നാട്ടിലില്ല, കർണാടകയിലില്ല. അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിൽ ആ രീതിയിൽ ഒരു സർക്കാരിനെ പറഞ്ഞുകൊണ്ടൊരു മാധ്യമപ്രവർത്തനെ വേട്ടയാടി കൊല്ലുന്ന രീതിയില്ല. എന്നാൽ ഉത്തരേന്ത്യയിലുണ്ട്. പക്ഷെ അവിടെ പോലും ഈ വേട്ടയാടൽ വരുന്നത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് അതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്. ഇത് വരുന്നത് മാഫിയകളിൽ നിന്നാണ്. മൺമാഫിയ ഇതിവിടെയുണ്ട്, മണൽ മാഫിയ ഞങ്ങൾ നേരിടുന്നുണ്ട് പ്രശ്നം, ഇവിടെയുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് പേടിപ്പീരായിട്ടോ രാത്രി ബൈക്കിൽ പോകുമ്പോൾ ടിപ്പർ ലോറി പിന്നാലെ ചേസ് ചെയ്ത് വരുന്നതായിട്ടോ ഒക്കെ ഒതുങ്ങിപ്പോവുകയാണ്. പക്ഷേ ഭീഷണികൾ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രതിപാദിക്കാതെ മനഃപൂർവ്വം ഇരുന്നതല്ല. ഒന്ന് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞതുകൊണ്ട് ഇന്ത്യയിൽ ഒരു പത്രപ്രവർത്തനം പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാന ചെയ്തികളെ ചോദ്യം ചെയ്തുകൊണ്ടോ ഒരു പത്രപ്രവർത്തനങ്ങളും ആക്രമണം നേരിട്ടുണ്ട്. വാക്കാൽ ഞാൻ പറഞ്ഞ തെറ്റാണ്, തിരുത്താട്ടോ, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അല്ലാതെ നേരിടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ നേരിടുന്ന മരണം മാഫിയകളുടെ കൈകളുകൊണ്ടാണെങ്കിൽ അതും നമ്മൾ ഇന്നത്തെ വിഷയം ഡെമോക്രസിയിലെ മാധ്യമങ്ങളുടെ പങ്കും വേർതിരിച്ച് കാണണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. മാധ്യമപ്രവർത്തനം വളരെ ഡേഞ്ചറസ് ബിസിനസ്സാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ നേരിടാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ സ്വർണ്ണക്കടത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഭീഷണി കോളുകൾ വരാറുണ്ട്, പല രീതിയിലും നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ പ്രതിപാദിക്കാതെ പോയതല്ല. ഒന്ന്, ആ രീതിയിലൊരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മാധ്യമപ്രവർത്തനെ ഈ രീതിയിൽ കൊല ചെയ്തെങ്കിൽ, കശാപ്പ് ചെയ്തെങ്കിൽ, പക്ഷേ മാധ്യമപ്രവർത്തകർ തുറങ്കലിൽ അടച്ചപ്പോഴൊക്കെ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഒരു പത്രത്തിൻ്റെ പ്രതിനിധി അല്ലാതെ പോലുമായിട്ട് സിദ്ദീഖാപ്പനെ ജയിലിലടച്ചപ്പോൾ എത്ര ദിവസം മാതൃഭൂമി പോലെ ഒരു പത്രം അതിനെക്കുറിച്ച് റിപ്പീറ്റഡായിട്ട് എഴുതി. ബഷീർ സാഹിബ് യുപിയിൽ പോയപ്പോൾ നമ്മൾ പടം കൊടുത്തു. വലിയ കാര്യമെന്നാണ് പറയുന്നതല്ല, പക്ഷേ നമ്മൾ പ്രതികരിക്കേണ്ട ഘട്ടങ്ങൾ നമ്മൾ ചെയ്തിട്ട് തന്നെയുണ്ട്. മാധ്യമപ്രവർത്തനം ഒരു വലിയ കാര്യം നമ്മുടെ ഒരു പ്രോക്സിമിറ്റി ആണല്ലോ. നമ്മുടെ ഒരാൾക്ക് ഒരു അപകടം വരുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതാണ്. അല്ലാതെ ഞാൻ പ്രതിപാദിക്കാതെ പോയതല്ല. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ ഉപസംഹരിക്കാമെന്ന് തോന്നുന്നു. വളരെ സന്തോഷത്തോടു കൂടി വാക്കുകൾ നിൽക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. ഭരണാധികാരികളുടെ ദൈവിക പരിവേഷമുള്ള ഈ കാലത്ത് സ്വതന്ത്ര പത്രപ്രവർത്തനത്തിൻ്റെയും നിർഭയ പത്രപ്രവർത്തനത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയ അതിക്രമത്തെക്കുറിച്ചും പത്രവായനയുടെ